എല്ലാവർക്കും എപ്പിക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പെട്ടെന്ന് തടിയമ്പാട് വരെ വന്നായിരുന്നു. അപ്പൊ തടിയമ്പാട് വരെ വന്നപ്പോഴത്തേക്കും നമുക്ക് അങ്കമാലി അല്ലേ, കോതമംഗലം വരെ പോകേണ്ട അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കോതമംഗലത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗൈസ് നമുക്ക് നാളെയാണ് എന്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മുടെ കസിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നാളത്തെ ഫ്ലൈറ്റിന് കയറി പോകുന്നത്. ഇത് എറണാകുളം റൂട്ടാണ്, നമ്മുടെ ഇടുക്കിയിൽ നിന്നൊക്കെ പോകുന്നത്. അപ്പം നല്ലൊരു വ്യൂ ഉള്ള ഒരു വഴിയും കൂടെയാണ്. അതുപോലെ അപകടങ്ങളും ഒക്കെ ധാരാളം നടക്കാറുള്ള വഴിയും കൂടെയാണ്. ഒരുപാട് വളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചൊക്കെ വാഹനം ഓടിക്കുക. നമ്മളുടെ ചില സമയത്തെ അശ്രദ്ധ അത് വലിയ അപകടങ്ങളിലേക്കൊക്കെ വഴിതിരിച്ചു വിടാം. അപ്പം നമ്മളെ എവിടെ പോയാലും സൂക്ഷിച്ചൊക്കെ പോകാൻ ശ്രദ്ധിക്കുക. ഇന്ന് തെരഞ്ഞെടുപ്പും കൂടി ആയതുകൊണ്ട് തന്നെ വണ്ടികൾ തീരെ കുറവാണ്. ഉള്ള ബസ്സിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ്. ബസ് കാത്ത് ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം തടിയമ്പാട് നിന്നു. പക്ഷെ ഒരു ഒറ്റ ബസ്സും വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് എവിടെ പോയാലും അവിടെ ഒരു വളവ് കാണും. അതുപോലെ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കാഴ്ചകളാണ്. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടാണിത്. നല്ല രസമാണ് പോകുന്ന വഴിയെല്ലാം. നല്ല ഗ്രാമഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു കിടിലൻ വഴിയാണിത്. അപ്പോൾ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഗായ്സ്. യാത്രകൾ നമുക്കൊരുപാട് അനുഭവങ്ങൾ നൽകാറുണ്ടല്ലോ, അതുപോലെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നതും യാത്രകളാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് കിട്ടിയൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി തെറ്റാതെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അതാണ് ഏറ്റവും ഓർമ്മയിലിരിക്കുന്നൊരു അനുഭവം. സാധാരണ ഞാൻ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 30 കിലോമീറ്ററിന് മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും വഴി തെറ്റാറൊക്കെയാണ് പതിവ്. ഈ പ്രാവശ്യം എന്നാണെന്നറിയത്തില്ല, വഴി അങ്ങനെ തെറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് തിരിച്ച് വന്ന വഴി തന്നെ വീട്ടിലെത്തി. അല്ലെങ്കിൽ ഞാനൊന്ന് ചുറ്റിക്കറങ്ങും. പണ്ട് ഞാൻ ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് പോയതാണ് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് വരാൻ വഴി കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നമ്മുടെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. പുള്ളി ഒരു വഴി പറഞ്ഞു തന്നു. ആ വഴി പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ആ പുള്ളി നിന്നിടത്ത് തന്നെ ഞാൻ എത്തി, കോട്ടയത്ത് വെച്ച്. അവസാനം എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് വേറെ ഓട്ടോക്കാരനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇടത്ത് തിരിഞ്ഞ് വലത്ത് തിരിഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയപ്പോഴത്തേക്കും സംഭവം സെറ്റായി. പിന്നെ നമുക്ക് വഴിയൊക്കെ ഓർമ്മ വന്ന വഴിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ നേരെ കട്ടപ്പനയ്ക്ക് വെച്ച് പിടിപ്പിച്ചു. അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു, കോട്ടയത്തേക്കുള്ള യാത്ര. അതുപോലെ ഈ ഒരു വഴി ഒരു ഡാമൊക്കെ ഉണ്ട്. ഈ ഡാമിൻ്റെ പേരൊക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ഡാമിൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കോട്ട് പോലും എടുത്തില്ലായിരുന്നു. കോട്ടില്ലാത്തതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നനഞ്ഞ് അടിച്ച് പൊളിച്ച് വരാമെന്നൊക്കെ ഓർത്താണ് പോയത്. പക്ഷേ നനയാനുള്ള മഴയൊന്നും പെയ്തില്ല തിരിച്ചു വന്നപ്പോൾ. അപ്പം കോതമംഗലം വരെ ഞാൻ ഇതിനെ കൊണ്ടുവിട്ടു. തിരിച്ച് കോതമംഗലത്തെത്തിയതും അതുപോലെ തിരിച്ചു വരുന്ന വഴിക്കുള്ള വ്യൂവും ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. സമയം കുറവായിരുന്നേ. നമുക്ക് തിരിച്ച് പിന്നെ അമ്പലത്തിൽ കയറാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ പാറയ്ക്കൊക്കെ വെറൈറ്റി പേരുകളാണ്. അപ്പം ഈ ഒരു വഴിയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ഈ ഒരു
നാട്ടിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇടുക്കിയിലെ കാഴ്ചകൾ. ഇടുക്കിയിൽ നിന്ന് നമ്മൾ ഏകദേശം എറണാകുളത്തിൻ്റെ അടുത്ത് എത്താറായി വരുവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചക്കയുമായിട്ട് പോകുന്ന ഒരു പിക്കപ്പ് കണ്ടു. അതിലൊരു ചേട്ടൻ അതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വെറൈറ്റി കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ചക്ക വിദേശത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്താ വില. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.